ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ആരും ചിരിക്കേണ്ട, ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് തന്നെയാണ്. രണ്ടാമത്തെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ആരെ ഇൻസ്പയർ ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നമ്മളെ അമല പോളിനെയാണ് കേട്ടോ. അപ്പോൾ അമല പോളിനെ ആണ് ഇൻസ്പയർഡ് ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും കുളമാവുമെന്നൊന്നും അറിയില്ല, നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപേ വീഡിയോ എന്നെയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗുഡ് വൈബ്സിൻ്റെ സീറാണ് കേട്ടോ മോയ്സ്ചറൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. നല്ല അടിപൊളി സീറാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എഫോർഡബിൾ ആയിട്ടുള്ള ഒരു സീറം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റായിരിക്കും. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സീറം അപ്ലൈ ചെയ്തു, ദെൻ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ലിപ് ബാമാണ് കേട്ടോ. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസീലാണ്. കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാലറ്റാണ് യൂസ് ആക്കുന്നത്. ഇൻസൈറ്റിൻ്റെ പാലറ്റാട്ടോ. നല്ല അടിപൊളി പാലറ്റാണ്. കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഓറഞ്ച് കളർ കറക്റ്റ് യൂസ് ആക്കിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കണ്ണിൻ്റെ താഴെ നല്ല കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കളർ കറക്റ്റ് യൂസ് ആക്കിയിട്ട് എന്താ പറയുക കറക്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, തപ്പി പിടിക്കുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ കുറച്ച് ഡാബ് ചെയ്താട്ടോ കൊടുക്കുന്നത്. കുറച്ച് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ആക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ബ്ലാക്കൊക്കെ നമുക്ക് എന്താ പറയുക ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്നോട് മറന്നുപോയി പ്രൈമർ യൂസ് ആക്കാൻ. അപ്പം ഞാൻ പ്രൈമർ യൂസ് ആക്കുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റിംഗ് പ്രൈമറാണ് യൂസ് ആക്കുന്നത്. നല്ലൊരു പ്രൈമറാണ്, നല്ലൊരു ഗ്ലോയി ലുക്ക് വരുന്ന ഒരു പ്രൈമറാണ് കേട്ടോ. ഹൈലൈറ്റിംഗ് പ്രൈമർ ആയതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ. പിന്നെ ഒരു ഡ്യൂയി ഫിനിഷിങ് തരുന്നുണ്ട്. തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ സൺസ്ക്രീൻ അപ്ലൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ആക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതേ കറക്റ്റർ യൂസ് ആക്കിയിട്ട് നന്നായിട്ട് എനിക്ക് എന്താ പറയുക ഡാർക്ക് സ്പോട്ടും ടാൻ അടിച്ച ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ അറിയില്ല, മൂക്കിൻ്റെ മുകളിലായിട്ട് ഇപ്പോഴൊരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മൂക്കിൻ്റെ മുകളിലായിട്ടും നന്നായിട്ട് കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഡാബ് ചെയ്ത് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മളിത് മാസിൻ്റെ ഈ ഒരു കൺസീലറാണ് കേട്ടോ യൂസ് ആക്കുന്നത്. നല്ല കൺസീലറാണ്, അത്യാവശ്യം കവറേജ് തരുന്ന ഒരു കൺസീലർ തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 08 മീഡിയം ബേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ണിന് മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലുക്ക് എങ്ങനെയാണ് വരികയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് കറക്റ്റായാൽ മാത്രമേ ഞാൻ ഇടുള്ളൂ എന്ന് ആദ്യം തന്നെ വിചാരിച്ചതാണ്. കറക്റ്റായില്ലെങ്കിലും നമ്മൾ ഇൻസ്പയർഡ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വരുന്നല്ല, നമ്മൾ ഇൻസ്പയർഡായിട്ട് അവരൊരു മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കുകയാണ്. ഞാൻ അമല പോൾ ആവുന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഞാനൊരു ബിഗിനറാണ്, എനിക്കറിയുന്ന രീതിയിലാട്ടോ ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അങ്ങ് കണ്ണടച്ചേക്കാം. ഓക്കെ, ഇതേ നമ്മൾ നന്നായിട്ട് കൺസീൽ ചെയ്തു, ദെൻ ബ്ലെൻഡ് ആക്കുന്നുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിമ്പിൾസൊക്കെ നന്നായിട്ട് കൺസീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഓറഞ്ച് കറക്റ്റർ യൂസ് ആക്കിയതിനുള്ള മാറ്റം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ അത് കറക്റ്റർ യൂസ് ആക്കാണ്ട് ചെയ്യണതും കറക്റ്റർ യൂസ് ആക്കിയിട്ട് ചെയ്യണതും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പിന്നെ ഫൗണ്ടേഷനാണ് യൂസ് ആക്കുന്നത്. ഫൗണ്ടേഷൻ വന്നിട്ട് ലാക്മേയുടെ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂട്രൽ മീഡിയോ എന്തായിരുന്നു അതിൻ്റെ പേര്, ന്യൂട്രൽ സംതിങ് ആയിരുന്നു കേട്ടോ, എനിക്ക് മറന്നു. ഓക്കെ, എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഷെയ്ഡ്. അപ്പോൾ അത് ഞാൻ അത് കുറച്ചായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് ബ്ലെൻഡ് ആക്കുകയാണ് കേട്ടോ. നമ്മളൊരിക്കലും ഇങ്ങനെ സ്ക്രാച്ചിങ് രീതിയിൽ ബ്ലെൻഡ് ആക്കാതിരിക്കുക. ഇങ്ങനെ ഇതുപോലെ പതുക്കെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡാബ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ലെയർ ഇടുന്നില്ല കേട്ടോ, ഒരൊറ്റ ലെയർ മാത്രമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ കഴുത്തിലിടാൻ മറക്കണ്ട, ചെവിയുടെ മുകളിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു. ദെൻ ചെവിയുടെ മുകളിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് അപ്ലൈ ചെയ്യുക, എന്നാലല്ലേ നമ്മളെ പുട്ടി കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, പുട്ടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മളെ ഷെയ്ഡാണ് യൂസ് ആക്കണമെങ്കിൽ അതൊരിക്കലും പുട്ടിയാവില്ല ഗീസ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HD കൺസീലർ ഇൻസൈഡിൻ്റെ HD ലൂസ് പൗഡർ യൂസ് ആക്കുന്നുണ്ട്. വെറുതെ വേണ്ടാത്ത പണിക്ക് പോയി ഞാനൊന്ന് ഊതി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ആദ്യം കയ്യിലൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ ഡാബ് ചെയ്യാണ്. പിന്നെ ഭയങ്കര ഓയിലി ആവണ സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത്. കാരണം എല്ലായിടത്തും ഫുൾ ഫേസ് ഞാൻ സെറ്റ് ചെയ്യണില്ല, ഭയങ്കര കേക്കി ആയിട്ട് തോന്നണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആവണ ഭാഗങ്ങളിൽ മാത്രം ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഐബ്രോ ഫില്ലാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളൊരു സ്പോളി എടുത്തിട്ട് ഇതുപോലെ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പിരിയവും കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ SFRൻ്റെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റാണ് കേട്ടോ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു 2 ഷെയ്ഡ് മിക്സ് ആക്കിയിട്ടാണ് ഐബ്രോ ഫില്ലാക്കുന്നത്. പിന്നെ എൻ്റെ പിരികെന്ന് പറയുമ്പോൾ നല്ല നേരെ വരുന്ന പിരികാണ്. പക്ഷേ അമലാപോളിൻ്റെ പിരികം ആ ഒരു പിക്കിൽ നല്ല ആർച്ചായിട്ട്, നല്ല ആർച്ചല്ലെങ്കിലും കുറച്ച് ആർച്ച് രീതിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും അതുപോലെ എനിക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർച്ചാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐബ്രോ ഫില്ലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് തന്നെ ഒരു ഡൗട്ടായി, ഇതുപോലെ ഒന്നും ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, ഇനിയിപ്പോൾ എന്തായാലും കൊളാവുന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഐബ്രോ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കോണ്ടൂർ ചെയ്യാൻ പോവാണ്. അമലാപോളിൻ്റെ മൂക്ക് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നല്ല നേരെയുള്ള മൂക്കാണ്. എൻ്റെ മൂക്കാണെങ്കിൽ ചൈനീസാര മൂക്കാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ആക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് വീണ്ടും കോൾ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കവിളിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ നെറ്റിയുടെ മേലെയും ഞാൻ ചെയ്യാറില്ലായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ഇവിടെയും താടിയുടെ ഭാഗത്തും ചിന്നിലൊക്കെ ആയിട്ട് അപ്ലൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നോസ് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് വിരൽ തന്നെ കേട്ടോ യൂസ് ആക്കിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോണ്ടോർ ചെയ്തു ബ്രഷ് കൊണ്ട്. പിന്നെ നമ്മൾ ബ്ലെൻഡർ യൂസ് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്നിലൊക്കെ ചെയ്യുമ്പോൾ താഴോട്ട് ചെയ്യട്ടോ, എന്താ വെച്ചാൽ ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കോണ്ടൂർ ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും മുകളിലോട്ടാണ് ചെയ്യുക. മുകളിലോട്ട് പറയുമ്പോൾ ഫേസിൻ്റെ സൈഡിലാകുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ എന്താ പറയുക താത്തി ചെയ്യരുത്. ഓക്കെ, അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ എനിക്കറിയുന്ന രീതിയിൽ. പിന്നെ ഞാൻ നോസിൽ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ മൂക്കാവില്ലെങ്കിലും നേരെയുള്ള മൂക്കാവില്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു മാറ്റമൊക്കെ വരണ്ടേ. ചൈനീസുകാരെ മൂക്കായാൽ ശരിയാവില്ലല്ലോ. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കോണ്ടൂർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഐ ലുക്കിലേക്ക് കിടക്കുകയാണ്. ഐ ലുക്ക് പ്രത്യേകിച്ച് എനിക്ക് അതിൽ ആ ഒരു ഫോട്ടോയിൽ ഏത് ഷെയ്ഡാണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചത് NYBയുടെ ഈ ഒരു പാലറ്റിലുള്ള ഈ ഒരു ഷെയ്ഡ് ബേസായിട്ട് ഇടുന്നുണ്ട്. ബേസായിട്ട് ഇട്ടതിന് ശേഷം 2 കണ്ണിലും നന്നായിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഐ ലുക്ക് അടിപൊളിയാവുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കിയതുകൊണ്ട് ചില ഭാഗം കട്ടാക്കിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേ നമ്മൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടെ യൂസ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട്. ബ്ലെൻഡിങ് നല്ല ബ്ലെൻഡ് ആക്കുക. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു ബ്രൗണും അതേപോലെ തന്നെ ബേസായിട്ടുള്ള ഷെയ്ഡും കൂടെ മിക്സ് ആക്കിയിട്ട് കണ്ണിൻ്റെ താഴെ ഇതുപോലെ അപ്ലൈ ആക്കുന്നുണ്ട് കേട്ടോ. കാരണം അമലാപോളിൻ്റെ ആ ഒരു
പിക്കിൽ കണ്ണിന് താഴെ കുറച്ചൊരു ഡാർക്കായിട്ട് കാണുന്നുണ്ട്. സംഭവം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഗസ്സിങ്ങിൽ ഞാൻ ചെയ്യുകയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. ദെൻ ഞാൻ ഐലൈനർ എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് വാലിട്ട് കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫോട്ടോയിൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് വാലിട്ട് തന്നെ കണ്ണ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേക്ക് ലാഷസ് യൂസ് ആക്കണില്ല. അപ്പം ഞാൻ അത് യൂസ് ആക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ യൂസ് ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഇതുവരെ ഫേക്ക് ലാഷസ് വെച്ചിട്ടില്ല. അപ്പോൾ ഞാനിതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് വെച്ച് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാലിട്ട് എഴുതിയിട്ട് രണ്ടാമത്തെ കണ്ണിലും അതേപോലെ തന്നെ വാലിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, വാലിട്ട് എഴുതുകയാണ്. ഓക്കെ, നല്ല രീതിക്ക് വാലിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ കണ്ണ് കുഞ്ഞി കണ്ണായതുകൊണ്ട് തന്നെ ഞാൻ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ വാലിട്ടൊന്നും കാണാറില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് വാലിട്ടിട്ട് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ ഐലൈനർ എഴുതി കഴിഞ്ഞു. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ ദൈവമേ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു NYBയുടെ പാലറ്റ് യൂസ് ആക്കിയിട്ട് അതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, അത് കുറച്ച് മാത്രം എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് ചെയ്യണില്ല. ജസ്റ്റ് ഇതേ നമ്മൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ മാത്രം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ്. പക്ഷെ അങ്ങനെ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. ഞാൻ കണ്ണിന് താഴെ എഴുതാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആയിട്ടാണ് ഞാൻ 10th പഠിക്കുന്ന ടൈമിലൊക്കെ എഴുതാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ആ ഒരു എഴുത്തൊക്കെ നിർത്തിയത്. അപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. ഇനി മിക്കവാറും ഞാനിത് ഇനിയും എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമ്മൾ മസ്കാര ഹൈപ്പർ കേൾ മസ്കാരയാണ് മെബലൈൻ്റെ. നന്നായിട്ട് ഞാൻ മസ്കാര അപ്ലൈ ആക്കുന്നുണ്ട്. കാരണം ഞാൻ ഫേക്ക് ലാഷസ് വെച്ചിട്ടില്ല, അതേപോലെ തന്നെ ലാഷസ് കേൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം അതിൽ അപ്പോൾ ഫേക്ക് ലാഷസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല തിക്കായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മസ്കാര അപ്ലൈ ആക്കി കഴിഞ്ഞു. ഇങ്ങനെയുണ്ട് ഇപ്പോൾ അപ്ലൈ ആക്കി കഴിഞ്ഞപ്പോൾ ദെൻ നമ്മൾ ബ്ലഷ് യൂസ് ആക്കുകയാണ്. ബ്ലഷിന് വേണ്ടിയിട്ട് മെബലൈൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കുന്നത്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് കോപ്പിച്ചിനോ ബ്രൗൺ അങ്ങനെ എന്തോ ആണ്. ഈ ബ്രൗണിൻ്റെ കോപ്പിച്ചിനോ അല്ല, എന്തോ ഒരു ബ്രൗൺ ആണ്. ഓക്കെ, അതിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ദെൻ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട്. ബ്ലെൻഡിങ് നന്നായിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാത്ത എന്താ വെച്ചാൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ അതേ മാസിൻ്റെ നമ്മൾ സ്ഥിരം ഹൈലൈറ്റർ യൂസ് ആക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഹൈലൈറ്റ് ഉണ്ട്. കാരണം ആ ഒരു പിക്കിൽ അമലാപ്പോളിൻ്റെ ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഹൈലൈറ്റ് ആക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് റെക്കോർഡാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ചെറുതാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്ര ശ്രമിച്ചിട്ടും പറ്റണില്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കട്ടോ എന്തായാലും. അപ്പോൾ അതേ ഞാൻ കഴിയുന്നതും സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തു, ചിന്നിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ചീക്സിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. then നമ്മൾ കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സിലും ആ ഒരു സിൽവർ ഷെയ്ഡ് യൂസ് ആക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഐബ്രോ ഞാൻ ഷേപ്പ് ചെയ്യില്ല, അതെന്നോട് മറന്നതാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അതിന് നമ്മളിത് ഫിക്സർ യൂസ് ആക്കുകയാണ്. ഫിക്സർ വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഫിക്സറാണ്. അത് ഞാൻ നേരിട്ട് ഫേസിലേക്ക് അടിക്കാതെ ഇതുപോലെ ബെൻഡറിലേക്ക് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡാബിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് ഡാബ് ചെയ്യുക, കാരണം എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ പോന്നോട്ടെ വിചാരിച്ചിട്ടാട്ടോ. ദെൻ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഹുദ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ റെഡൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല, ഇത്ര ഡാർക്കിൽ ഞാൻ ഒരു ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ റെഡൊക്കെ ആകുമ്പോൾ നന്നായിട്ട് എന്താ പറയുക ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് എന്തായാലും അപ്ലൈ ചെയ്ത്, കാരണം ആ ഒരു പിക്കിൽ അമലാപ്പോളിൻ്റെ ചുണ്ടൊക്കെ നല്ല റെഡായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ എനിക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ അത് ഞാൻ ഹെയർ സെറ്റ് ആക്കുന്നുണ്ട്. സാധാരണ ഞാൻ സൈഡ് ഈ ഭാഗത്തു നിന്നല്ല എടുക്കൽ, കാരണം ആ ഫോട്ടോയിൽ അമലാപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും ഈ സൈഡിൽ നിന്ന് എടുത്തു. ദെൻ ഞാൻ നന്നായിട്ട് ഇതുപോലെ കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതുപോലെ ചുരുട്ടി കൊടുത്ത് ഇങ്ങനെ ബാക്കോട്ടാക്കിയിട്ട് സ്ലൈഡ് പിൻ യൂസ് ആക്കിയിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡൊന്നും നമ്മളതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ കുറച്ച് മുടിയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചുരുട്ടുക. ദെൻ നമ്മൾ സെക്യൂർ ചെയ്യാണ് വീണ്ടും. ദെൻ സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സാധാരണയായിട്ട് മെടഞ്ഞിടില്ലേ മുടി, അതുപോലെ തന്നെ മെടഞ്ഞിടുന്നുണ്ട് കേട്ടോ. പിരിച്ചിടാന്നും മെടഞ്ഞിടാന്നും ഒക്കെ പറയുന്ന കേൾക്കാം. ഞങ്ങൾ പിരിച്ചിടാന്ന് പറയും. പിന്നെ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് മെടഞ്ഞിടാന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മളൊരു ബ്ലാക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കറ്റം ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മളൊരു വൈറ്റ് സ്റ്റോണിൻ്റെ കമ്മലിടുന്നുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞു കമ്മലാണ്. അതുപോലെ അതിൽ അമലാപ്പോൾ ഇതുപോലൊരു കറുത്ത ചെയിൻ ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കറുത്ത ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ലോക്കറ്റ് കളർഫുള്ളാണ്, അതുകൊണ്ട് ഞാൻ ലോക്കറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് പറയുക. അമലാപ്പോളൊന്നും ആയിട്ടില്ല, എനിക്കറിയാം. എന്നാലും ഇൻസ്പയർഡായിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയാം. ഓക്കെ, നന്നായിട്ടുണ്ടെന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്തായാലും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.